ഈ പ്രാവശ്യം കാലിക്കറ്റിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരെയും ഞാൻ ഒരു മാസത്തോളം ബുദ്ധിമുട്ടിച്ചു. ഞാൻ വന്നിട്ട് ഏത് സാരി എടുക്കും, ഞാൻ കുറേ വെക്കും, അല്ല വേണ്ട വൈകിട്ടത്തെ റിസപ്ഷൻ അല്ലേ, അപ്പോൾ എനിക്ക് ബനാറസി വേണ്ട, അങ്ങനെ കുറേ നാടകം ഞാൻ ഇവിടെ അരങ്ങേറ്റി. എന്നെ കാണുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്റ്റാഫൊക്കെ തലക്കൂടെ തുണിയിട്ട് മുങ്ങി ദേ വരുന്നുണ്ട് അവറാച്ചി എന്ന് പറഞ്ഞിട്ട് ഓടാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് എനിക്കൊന്ന് ഫംഗ്ഷന് പോകുന്ന തലേ ദിവസം രാത്രി ആയപ്പോഴാണ് എനിക്ക് വന്നിട്ടൊരു സാരി കിട്ടി. ഇതായിരുന്നു ഞാൻ ഫംഗ്ഷൻ എടുത്തുകൊണ്ട് പോയതും. സട്ടിലാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സട്ടിലാണ്, എന്നാൽ ഭയങ്കര വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചെറിയ നമ്മൾ ആ ടിഷ്യൂ ബേസ്ഡ് ഷിമ്മർ ഉണ്ടാവും. ഒരു സൈഡ് മാത്രം പ്ലെയിൻ ഓർഗാൻസയ്ക്കകത്ത് നമുക്ക് ചെറിയൊരു എംബ്രോയിഡറിയും കാര്യങ്ങളുണ്ട്. ഫംഗ്ഷൻ വെയർ ആണോ ചോദിക്കുമ്പോൾ ഫംഗ്ഷൻ വെയർ ആണ്. എന്നാൽ അത് കഴിഞ്ഞിപ്പോൾ ഞാനൊക്കെ സ്റ്റോറിൽ വരുമ്പോൾ ഉടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈവനിങ് ഫംഗ്ഷന് പ്രത്യേകിച്ചും ഉടുക്കാൻ പറ്റുന്നൊരു സാരി. രാവിലത്തെ ഫംഗ്ഷനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു മോഡേൺ ഒരു എലമെൻറ്റ്സ് ഉണ്ട്. വലിയ ഹെവി ആയിട്ടുള്ള ബോർഡേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ ഏജ് കാറ്റഗറിക്ക് ഉടുക്കാം. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതേപോലത്തെ ഒരു ബ്ലാക്കിനകത്ത് ബ്ലാക്ക് ടിഷ്യൂ, ബ്ലാക്ക് ഓർഗാൻസ. ഇതായിരുന്നു പാറ്റേൺ. ഇതിൻ്റെ വേറെ 2 ഷെയ്ഡും കൂടി ഉണ്ടായിരുന്നേ. ഒന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലത്തെ നയൻതാര ഗ്രീൻ. അതൊരു ഷെയ്ഡാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞ് എനിക്കുണ്ട്. പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് കാണുമ്പോഴെല്ലാം എനിക്ക് നയൻതാര മാത്രമേ ഓർമ്മ വരത്തുള്ളൂ. ഇതേ കണ്ടോ, ഇതാണ് സെക്കൻഡ് ഷെയ്ഡ്. നമ്മുടെ നയൻതാര ഗ്രീൻ വരുന്നുണ്ട്. മേൾ ഭാഗം മുഴുവൻ നമുക്ക് ടിഷ്യൂ ബേസ് ആയിരിക്കും. താഴത്തെ ആ ബോർഡറിൻ്റെ സൈഡിൽ മാത്രം പ്ലെയിൻ ഓർഗാൻസയ്ക്കകത്ത് ക്രീം കളറിൽ നമുക്ക് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ആ സാരി വരാം. വലിയ ബോർഡറും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കുറഞ്ഞാലും നമുക്ക് ഉടുക്കാൻ സുഖമാണ്, വണ്ണം ഉണ്ടെങ്കിലും ഉടുക്കാൻ സുഖമാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് എക്സസ് ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളില്ല. ആ ടിഷ്യൂവിൻ്റെ ചെറിയൊരു ഷിമ്മർ കിട്ടുകയും ചെയ്യും. ഇതാണ് അടുത്ത ഷെയ്ഡ്. കണ്ടോ, ഞാൻ ബ്ലാക്ക് പെട്ടെന്ന് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ബ്ലൗസ് പെട്ടെന്ന് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് കുളമായാലും എൻ്റെ കയ്യിലൊരു സ്പെയർ ബ്ലാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചെടുത്തത്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ്, ടിഷ്യൂ ബേസിൽ തന്നെ അതേപോലത്തെ ചെറിയ എംബ്രോയിഡറി കിട്ടും നമുക്ക് സ്ലീവിൽ വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ ബാക്കിൽ വേണമെങ്കിലും അത് വെക്കാം. അടുത്ത ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഷെയ്ഡാണ് നമ്മുടെ ഓറഞ്ച് ഷെയ്ഡ്. ഓറഞ്ചിനകത്ത് ടിഷ്യൂ ബേസ് വരുന്നത് ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു ആഷിമയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഓറഞ്ച് ടിഷ്യൂവിൽ ഒരു സാരി വരുന്നത്. ഇതാണ് അടുത്തത്. കണ്ടോ, ഇങ്ങനെയാ വരാം. അപ്പോൾ ഇതുവരെ ഒരു ടിഷ്യൂ സാരി അല്ലെങ്കിൽ നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാരി. എല്ലാവരും എനിക്ക് തോന്നുന്നു സെമി സിൽക്കിനകത്ത് ബനാറസി കോൺസെപ്റ്റിൽ ഓറഞ്ച് കുറേ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു മോഡേൺ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈവനിങ് റിസപ്ഷനൊക്കെ എല്ലാവരും ബനാറസിനെക്കാട്ടിലും കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് ഒരു എന്താ പറയുക ഇംഗ്ലീഷ് ടൈപ്പ് ഓഫ് സാരീസൊക്കെ ആയിരിക്കും. ഒരു പേസ്റ്റൽ ടോൺ ആയിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഓർഗാൻസയ്ക്കകത്ത് കുറച്ച് ഹാൻഡ് എംബ്രോയിഡറിയോ ഇല്ലെങ്കിൽ വർക്കൊക്കെ വരുന്ന സാരീസാണ് മിക്കവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഓറഞ്ച് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നാട്ടിൽ കിടക്കുന്ന എല്ലാവരും ബനാറസി ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാറ്റം പിടിച്ച് ഉടുക്കാനും പറ്റുന്നൊരു സാരി. നല്ല കംഫർട്ടബിളാണ് ഉടുക്കാൻ. അതിൽ വലിയൊരു എക്സാമ്പിൾ കണ്ടു ഞാൻ പേഴ്സണലി. ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്കൊരു കുഞ്ഞിനെ വരെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിക്കൊരു സാരി. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാരിക്ക് ചില സാരീസിന് കുറച്ച് വെയിറ്റ് ഉണ്ടാവും. നമ്മൾ കുഞ്ഞും അല്ലെങ്കിൽ നമ്മളുടെ വെയിറ്റും എല്ലാം കൂടി ആകുമ്പോഴേക്കും നമ്മളെന്തോ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മൾ ഭയങ്കര ടയർഡായി പോകും. ഇങ്ങനത്തെ സാരീസൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷനും എടുക്കാം, പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻസോ ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിലും ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന തീമിലാണ് ഈ സാരീസൊക്കെ വരുന്നത്. കോസ്റ്റും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്, വെബ്സൈറ്റിൽ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തോ കൊച്ചിനിലും 2 ഈ സാരീസ് അവൈലബിളാണ്. ബൈ.